അടിപൊളി മിമിക്രി ആർട്ടിസ്റ്റാണ് കുട്ടുമെന്ന് ഞങ്ങൾ കേട്ടു. ഏതൊക്കെ വോയിസ് ചെയ്യും? ജനാർദ്ദനൻ, അച്ചുമാമൻ, തിലകൻ. ഫസ്റ്റ് ആരെയാ ചെയ്തേ? ആദ്യം ജനാർദ്ദനൻ. ഓക്കെ. പൊന്നപ്പൻ പൊന്നപ്പൻ. ആ അടിപൊളി അടിപൊളി. അടുത്ത് അച്ചുമാമൻ. വളരെ വിഹിതമായി പറയുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെയാണ്. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഇനി അടുത്ത ആരെയാ? തിലകൻ. ആ തിലകൻ. ഓ ഞാൻ തന്നെ അച്ഛനെ വിളിച്ചതാണ്. എന്നെ എനർജിയാണ് കുട്ടു നിനക്ക്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടുപിടിച്ചു തന്നെ പഠിച്ചതാ. ഇതുപോലെ വേറെ ആരെങ്കിലും ചെയ്യുമോ? ആരും ചെയ്യില്ല, ഞാൻ മാത്രം. നീ ചെയ്യുന്നല്ല, നീ വേറെ ആരെങ്കിലും ചെയ്യുമോന്ന്? സൗണ്ട് ഈ സീരിയലിലോട്ട് എങ്ങനെ കുട്ടു വരുന്നത്? ആദ്യം അമ്മയ്ക്ക് ചേട്ടൻ പറഞ്ഞല്ലേ സ്കിറ്റ് കാണാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ചേട്ടൻ, അതേപോലെ ഞാൻ തന്നെ ചോദിച്ച് സ്കിറ്റിൽ കയറാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മയെ പോലെ ആർട്ടിസ്റ്റ് ആവണം. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെറിയ കുട്ടി വേഷം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്ത്, ഞാനാണെങ്കിൽ എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ വന്നതും എനിക്ക് ഒത്തിരി സീൻ നിരത്തി വച്ചേക്കുന്നു. ഞാൻ ഒരു സീന് കയറുന്ന അടുത്ത സീൻ, അവിടെയും കയറുന്ന അടുത്ത സീൻ, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ ചെയ്തു. അത് ഫുള്ള് അങ്ങ് ചെയ്തു. 2 ദിവസം എടുത്തു ഫുള്ള് തീർന്നു. എന്നിട്ടാണെങ്കിലാ പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അമ്മയുടെ മൊബൈലിൽ ഒറ്റയ്ക്കാണ്. അതൊരു സിംഗിൾ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് കാണാം. ബാക്കി പറ. ഈ എത്ര സീരിയലുകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്? ഞാൻ 4 സീരിയല്, 4-5 അങ്ങനെയൊക്കെയാണ്. ഞാൻ എണ്ണി വെക്കാറില്ല, നമുക്ക് വർക്ക് എണ്ണി വെക്കാൻ സമയമില്ലല്ലോ അല്ലേ? ഏറ്റവും വലിയ ആഗ്രഹം എന്തോ കുട്ടുവിന്റെ? എനിക്ക് വലുതായിട്ടൊരു പോസിറ്റീവ് മാൻ അല്ലെങ്കിൽ ഒരു നല്ല വർക്ക് അങ്ങനെ ചെയ്യാനാണ്. ഏത് കഥാപാത്രമൊക്കെ ചെയ്യണമെന്ന് ഇഷ്ടം? കഥാപാത്രം ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട നടൻ ആരാ? വിജയ് മോഹൻലാൽ. വിജയ് ഇഷ്ടപ്പെടാൻ കാരണം? കാരണം ആ സ്റ്റൈലും അല്ലേ? ആ സ്റ്റൈല്, പിന്നെ മറ്റേ ഫ്രണ്ട് മറ്റേ ഒരു ഓട്ടയ്ക്കകത്ത് തീയൊക്കെ വെച്ചിട്ട്, അത് ചേട്ടൻ അറിഞ്ഞൂടായിരുന്നു. അതിൻ്റെ അകത്ത് തീയൊക്കെ വെച്ചിട്ട് വേറൊരാൾ വലിച്ച് അകത്തേക്ക് കയറ്റാനായിട്ട് പോയി. അപ്പോഴാണെങ്കിൽ കയറി മരിച്ച്, ആ പുള്ളി മരിച്ചു. അപ്പോൾ വിജയ് അങ്ങ് തള്ളിക്കയറ്റി, വിജയാണെങ്കിൽ അങ്ങ് കയറി. പുറത്ത് വന്നപ്പോൾ ഒരു തുള്ളി പൊള്ളൽ പോലും ഇല്ല. അപ്പൊ അങ്ങനെ വരണം, നിനക്ക് കേറിയിട്ട് പൊള്ളലില്ലാതെ വരണം. അതെന്തോന്ന് ഇതെന്നറിയാമോ? പുള്ളിയുടെ ദേഹത്ത് ഫുള്ള് മറ്റേ കോട്ടൺസ് ഇട്ട്, അപ്പം പൊള്ളത്തില്ല. അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങിയതും പഴയ ഡ്രസ്സ് തന്നെ. കാരണം കോട്ട് ഊരിയല്ലോ. കോട്ട് അവിടെ എത്തുമ്പോൾ ഊരിയില്ലെങ്കിൽ നമ്മൾ റിയലാണ്, അത് റിയലല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് മാറ്റി. അപ്പോഴേ എനിക്ക് തോന്നി ഇത് തന്നെ പരിപാടി.